ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 139 അധ്യായം 24 സാംസ് 139:24. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വ്യസനത്തിലുള്ള ഒരു മാർഗം, ശാശ്വതമായ ഒരു മാർഗം. സ്തോത്രം. ഈ രണ്ട് കാര്യങ്ങൾ ഹൃദയത്തിലിരിക്കണം. ഇന്ന് പകലിൽ നമ്മൾ പരസ്പരം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ I am going to examine myself. I am going to pray to my God. കർത്താവേ, എന്നെ ഒന്ന് നോക്കിയാൽ നിനക്ക് ദുഃഖം വരുന്ന എന്തെങ്കിലും കാര്യമെങ്കിലുണ്ടോ? ശ്രദ്ധിച്ചോണം. തുടക്കത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദൂതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. എന്നെ ഒന്ന് കർത്താവ് നോക്കിയാൽ, എന്നെ നോക്കി ദുഃഖിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിൽ നിന്നെ മാറ്റി നിനക്ക് സന്തോഷം തരുന്ന മാർഗത്തിൽ എന്നെ നടത്തണമെന്നാണ് ആ പ്രാർത്ഥന. പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ദുഃഖം വരുന്നതിന്റെ കാര്യമുണ്ടോ കർത്താവെ നോക്കിയിട്ട് സന്തോഷത്തിലേക്കല്ല. എന്നെ നോക്കുമ്പോൾ പിതാവേ നിനക്ക് ദുഃഖമുണ്ടോ എന്ന് ഞാൻ എന്നെ ഒന്ന് പരിശോധിച്ചിട്ട് ദുഃഖമുണ്ടെന്ന് കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ സന്തോഷ മാർഗത്തിലേക്ക് എന്ത് ചെയ്യണം? എന്നെ നടത്തണം എന്ന് പറഞ്ഞാൽ നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തുവാൻ ഇടയായി തീരണം. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്, ലാസറിന്റെ കല്ലറയ്ക്ക് വന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, യേശു എന്ത് ചെയ്തു? കണ്ണുനീർ വാർത്തു. ലാസറിനെ ഓർത്ത് ദുഃഖിച്ചു ദൈവം. പിതാവിന്റെ ദുഃഖം പുത്രനായ ക്രിസ്തുവിന്റെ ഭൂമിയിൽ വെളിപ്പെട്ടു. എന്തിനാ ദുഃഖിച്ചത്? ആരാധനയുടെ കുടുംബമായിരുന്നു, പ്രാർത്ഥനയുടെ കുടുംബമായിരുന്നു, ബൈബിൾ ക്ലാസ്സുകൾ നടന്ന കുടുംബമായിരുന്നു. ഇത് മാത്രമല്ല, ലാസറിന്റെ പ്രിയ സ്നേഹിതനായിരുന്നു, നല്ല ആത്മീയനായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് കാണുമ്പോൾ ലാസറിന്റെ ആത്മീയ അവസ്ഥ കണ്ടുകൊണ്ട് യേശു കണ്ണുനീർ വാർത്തു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് തന്നെ ഇഷ്ടമല്ല, ശരിയല്ലേ? അപ്പൊ പിന്നെ ദൈവത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. എന്റെ പല സ്വഭാവങ്ങൾ എനിക്ക് തന്നെ ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിന് ദുഃഖം തോന്നുന്ന പല കാര്യങ്ങളും നമ്മിലുണ്ട്. അത് എപ്പോൾ മാറി എന്നെയും നിങ്ങളെയും ഓർത്ത് ദൈവം സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഒരു മകനായി ഭൂമിയിൽ നമുക്ക് വെളിപ്പെടുവാൻ കഴിയുന്നത്. സ്തോത്രം. മറ്റുള്ള ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തിരയുന്ന നമ്മൾ ഇന്ന് പകൽ തിരയേണ്ടത്, കർത്താവേ എന്നിൽ നിനക്ക് ദുഃഖമുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്നെ ഓർക്കുമ്പോൾ നിനക്ക് സന്തോഷിപ്പാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ സന്തോഷിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ സ്വർഗീയ പിതാവേ അങ്ങ് സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ 2022 കൊണ്ടുവരണമേ നമ്മൾ പ്രാർത്ഥിക്കാം. കാരണം കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരും, എപ്പോൾ വേണമെങ്കിലും വരും. നമുക്ക് ആ സമയം അറിഞ്ഞുകൂടാ. എന്നാൽ എങ്ങനെ ഈ സന്തോഷത്തിലേക്ക് നടക്കുവാൻ കഴിയും? പ്രധാന രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. ഒന്ന്, ഒരു സ്ട്രോങ് ഡിസിഷൻ ഉണ്ടാകണം. എന്താണ്? പിതാവേ നിനക്ക് സന്തോഷം തരാത്ത ഒരു കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിനക്ക് സന്തോഷം തരാത്ത ഒരു കാര്യങ്ങളിലും ഞാൻ ഇടപെടുകയില്ല എന്നൊരു സ്ട്രോങ് ഡിസിഷൻ ആകെ ഉണ്ടാകണം. രണ്ടാമത്, ഒരു പ്രാർത്ഥന ഉണ്ടാകണം. ഈ ഡിസിഷനിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ എന്റെ മേൽ പകരണമേ എന്ന്. ഡിസിഷൻ എളുപ്പമാണ്. എല്ലാ 31-ാം തീയതി രാത്രിയിൽ ലോകം മുഴുവൻ ഡിസിഷനാണ്. പക്ഷേ 1-ാം തീയതി ഉച്ചയാകുമ്പോൾ ഡിസിഷനിൽ എന്തായി തീരും? എല്ലാം അവസാനിക്കും. ഒരു സന്ദേശം കേൾക്കുമ്പോൾ കൈയിലൊക്കെ തീരുമാനമെടുക്കും. പക്ഷേ ആരെയും വിട്ട് ഭാഗത്തെത്തിച്ചേരുന്നതിന് മുമ്പ് നമ്മുടെ തീരുമാനങ്ങളെല്ലാം വെള്ളത്തിലെ കൂളകൾ പോലെയായി മാറും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു പെർമനന്റ് ഡിസിഷനാണ്. God, I want to lead an everlasting life. ശാശ്വതമായ മാർഗത്തിലുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കണമെന്നുള്ള തീരുമാനം. പക്ഷെ ആ തീരുമാനം കൊണ്ട് മാത്രം നിനക്കത് നയിക്കുവാൻ കഴിയാത്തത് കൊണ്ട് കണ്ണുനീരോടുകൂടി ഒരു പ്രാർത്ഥന, കർത്താവേ അത് നയിക്കുവാനുള്ള കൃപ എന്റെ മേൽ പകരുമാറാകണമേ. സ്തോത്രം. ആ പ്രാർത്ഥനയിൽ
ദൈവം കൃപ നമ്മുടെ മേൽ പകരും. ആ ദുഃഖകരമായ അവസ്ഥകളിൽ നിന്ന് സന്തോഷത്തിലേക്ക് ദൈവം നമ്മെ നടത്തും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് നമ്മൾ തീരുമാനമുള്ളവരായി മാറുക. എന്തില്ല? തീരുമാനമില്ല. തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥന വരികയുള്ളൂ. സ്തോത്രം. ഇന്ന് പകരം നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിലേക്ക് പറഞ്ഞു തന്ന് എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതിനായുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അത്ഭുത നായകൻ ഇന്ന് പകൽ നിങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് വിടുവിപ്പാൻ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഈ വചനത്തിലൂടെ ഇറങ്ങി വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ നോക്കിയാൽ സ്വർഗീയ പിതാവ് സന്തോഷിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൃത്യമായി ഓർക്കണം. അത് വായിക്കും. സാംസ് 107 സംഗീതത്തിന് 107 വാക്യം വായിച്ചേ. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? You have to lead a victorious spiritual life. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ശാശ്വത മാർഗത്തിൽ ശരിയായ പാതയിൽ ഞാനും നിങ്ങളും നടക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഇതിൽ കുറഞ്ഞതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ശാശ്വത മാർഗത്തിൽ നടക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, ആരാണ് അവരെ നടത്തിയത്? ഒന്നുകൂടെ വായിച്ചേ. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ദൈവമാണ് അവരുടെ ഗൈഡ്. എപ്പോൾ നീ തീരുമാനമെടുക്കുന്നതോ, എപ്പോൾ ദൈവേഷത്തിനായി സമർപ്പിക്കുന്നതോ, നിന്റെ ഗൈഡ് ദൈവം അല്ലെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിന്റെ ഗൈഡായി മാറും. സ്തോത്രം. 2, അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലണം. ഗോഡ്ലി ഡിഫൈൻ ഡെസ്റ്റിനിയിൽ നീ എത്തിച്ചേരും. ഇത് മാത്രമല്ല, ഡെയിലി ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസ് ദൈവത്തിന്റെ മേൽ പകർന്നുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയാ? ഞാനും നിങ്ങളും നാടൻ ഭാഷ പറഞ്ഞാൽ ഗുണപ്പെടണമെന്ന് ദൈവത്തിന് അതിയായ ആഗ്രഹമുണ്ട്. ഇവിടെ നമ്മൾ ഗുണപ്പെടാത്തതിന്റെ കാരണം മനുഷ്യൻ നമ്മുടെ ഗൈഡായി മാറുന്നു. ഒരു സഭ പഠിപ്പിക്കുന്ന നമ്മുടെ പുസ്തകമായി മാറുന്നു. ഒരു ദൈവദാസന്റെ ശബ്ദം നിന്റെ അവൻ പാഠപുസ്തകമായി മാറുന്നു. തെറ്റ്. നിന്റെ ഗൈഡ് പരിശുദ്ധാത്മാവായിരിക്കണം. നിന്റെ ഗൈഡൻസ് പരിശുദ്ധാത്മാവിനായിരിക്കണം. നീ ഗോഡ്ലി ഡിഫൈൻ ഡെസ്റ്റിനിയിലേക്ക് ആയിരിക്കണം നിന്റെ യാത്ര സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് നീ ഓർക്കണം, അതേവാ എന്ന് രാവും പകലും ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താ നിങ്ങൾ സംഭവിക്കേണ്ടത്? ഒരു തീരുമാനം. എന്താ നിങ്ങൾ സംഭവിക്കേണ്ടത്? ഒരു പ്രാർത്ഥന. സ്തോത്രം. ഇത് രണ്ടും ഇന്ന് പകൽ ആര് ചെയ്യുന്നതോ ദൈവം ഒരു ശാശ്വത മാർഗത്തിൽ നടത്തുവാൻ പോവുകയാണ്. സ്തോത്രം. അവിടെ പരാജയങ്ങളില്ല, ദുഃഖങ്ങളില്ല, വേദനകളില്ല, പ്രയാസങ്ങളില്ല. ഈ ലോകത്തിൻ്റെതായ യാതൊന്നുമില്ല. എല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവം നിന്റെ മുതലാളിയായി നിൽക്കുമ്പോൾ നീ എന്തിനാ ഭാരപ്പെടുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പാടിയില്ലേ, ഒരു ആഗ്രഹവുമില്ല. എന്തുകൊണ്ടാ? എന്റെ ഭാവി എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലായതുകൊണ്ട്, ദൈവം ജീവിക്കുന്നത് കൊണ്ടും എന്റെ ഗൈഡായി നിൽക്കുന്നത് കൊണ്ടും ഞാൻ ഒന്നിനെ ഓർത്തും ഭാരപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ വചനം എഴുതി നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എന്നിലും നിന്നിലും വ്യസനത്തിനുള്ള കാരണം കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ വചനം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത്. എന്താണ് ദൈവം കാണുന്ന വേദനിക്കാനുള്ള കാരണങ്ങൾ? വേഗത്തിൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യം ആദ്യത്തെ നിർത്തി വായിക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോഴേ വായിക്കാവുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യം. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക. അവരെ പുറത്തു കൊണ്ടുവന്നു ജീവരക്ഷയ്ക്കായി
ഓടിപ്പോവുക. അതിന് 12-13 വായിച്ചേ. 19. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ, മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ? ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരൊക്കെ ഈ സ്ഥലത്ത് നിന്നും കൊണ്ടുപോയിക്കൊള്ളുക. ഇവരെ കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും. അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വലിയ ന്യായവിധിക്ക് ഒരു പട്ടണം ഒരുങ്ങുന്നു. ആ പട്ടണം ഒരുങ്ങുമ്പോൾ അതിനെ ന്യായവിധി ചെയ്യുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തമായ ലോത്തും കുടുംബവും ഉള്ളതുകൊണ്ട് അവരെ വിടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന പകലിൽ ലോകത്തിന്റെ സ്ഥാനത്ത് എന്നെ നിങ്ങളെ റീപ്ലേസ് ചെയ്യുക. ഈ ലോകം മുഴുവൻ വലിയ ന്യായവിധിക്കായി ഒരുങ്ങുന്നു. ആ ന്യായവിധി ഭൂമിയിൽ വെളിപ്പെടുന്നതിന് മുമ്പ് എന്നെ ഇതിനെ വിടുവിപ്പാൻ എന്ന പകലിൽ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നു. ഈ ചിന്തയോടുകൂടെ വേണം ഈ സന്ദേശം മുഴുവൻ കേൾക്കുവാനായിട്ട്. വിടുവിക്കണമെങ്കിൽ വ്യസനത്തിലുള്ള ഒരു കാരണവും എന്നിലും നിന്നിലും കാണരുത്. ഇതാണ് ഈ സന്ദേശത്തിന്റെ ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആദ്യം വായിച്ച 19-17 വായിച്ചെന്താണ്? 1970 അവരെ പുറത്തു കൊണ്ടുവന്നു. ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക. ഗോ ഫോർവേഡ്. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ മുൻപോട്ട് പോകുക. ദൈവം ദുഃഖിക്കുന്ന ഒരു പ്രധാന കാരണം ബോൺ അഗെയിൻ ആയി, പക്ഷേ ഗ്രോൺ അഗെയിൻ ആകുന്നില്ല. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. ബോൺ അഗെയിൻ ബട്ട് ഗ്രോൺ അഗെയിൻ ആകുന്നില്ല. ജനിച്ചു പക്ഷെ വളരുന്നില്ല. ആത്മീയ ജീവിതം മുൻപോട്ട് പോകുന്നില്ല. എവിടെയോ കട്ടപ്പുറത്ത് കയറിയ ബസ് പോലെ എല്ലാം ഉണ്ട്. സ്റ്റീറിംഗ് ഉണ്ട്, എഞ്ചിൻ ഉണ്ട്, എല്ലാം ഉണ്ട്, സീറ്റ് ഉണ്ട്. പക്ഷേ കട്ടപ്പുറത്തിരിക്കുന്ന ഒരു വാഹനം പോലെ എവിടെയോ പണിയപ്പെടുവാനായി കിടക്കുകയാണ്. മുൻപോട്ട് പോകുക. ദൈവത്തിന്റെ സ്തോത്രം. മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. ഈ മുൻപോട്ട് പോകാൻ കഴിയാത്ത 3 സാഹചര്യങ്ങളുണ്ട്. അതിന് 14-ാം വാക്യം വായിച്ചു. 19-14. അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നുവെന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. ദർശനം പ്രാപിച്ച അഭിഷിക്തൻ പോയി സുവിശേഷം അറിയിക്കുകയാണ്. സുവിശേഷം അറിയിക്കുമ്പോൾ മക്കളോട് മരുമക്കളോട് പറഞ്ഞു, ന്യായവിധി വരുവാൻ പോകുന്നു, വേഗം പട്ടണം വിട്ടു പോകുക. അവർക്കത് കോമഡി പോലെ തോന്നി, നേരം പോക്ക് പോലെ തോന്നി, അവർക്കതൊരു തമാശ പോലെ തോന്നി. വചനം പറയുന്നു, ക്രൂശിലെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്താണ്? പോഷത്വം. രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയായി മാറുന്നു. ഒരേ വചനം ഫൂളിഷ്നെസ്സും ഒരേ വചനം പവറുമായി മാറുന്നു. ശ്രദ്ധിച്ചേ, യു ആർ റിജക്ടിങ് ദ വേർഡ് ഓഫ് ഗോഡ്. നിന്റെ കുഴപ്പമല്ല, യു ആർ അൺഎബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഞങ്ങൾക്ക് വചനമൊക്കെ മനസ്സിലായതാ. നിനക്ക് ചിലപ്പോൾ 100% 10 മനസ്സിലായി. 11ാമത്തെ ശതമാനം നിന്നോട് അറിയിക്കുമ്പോൾ നീ അവിടെയും മനസ്സിലാക്കും. യു വിൽ നോട്ട് അക്സെപ്റ്റ്, യു വിൽ റിജക്ട്. ദൈവം പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നീ പറയും അതിന്റെ ആവശ്യമില്ല, റിജക്ട് ചെയ്യുക. അതുകൊണ്ട് ഗലാത്യർ 3:1 പറയുന്നു, ഓ ഫൂളിഷ് ഗലേഷ്യൻസ്, ബുദ്ധിയില്ലാത്ത ഗലാത്യക്കാരെ. വായിച്ചേ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വലിച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാൽ ഒരു പവർ നിങ്ങളെ എതിരിക്കുന്നു, നിങ്ങളെ കോൺകർ ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഇല്ലാതാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയാതെ വണ്ണം ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ ഒരു തമാശ പോലായി തീർന്നിരിക്കുന്നു.
ഇതാണ് എന്റെ സ്റ്റൈൽ. ഒറ്റ വാക്കി പറഞ്ഞു, ഓ ഒറ്റ ശബ്ദത്തിൽ റിജക്ട് ചെയ്യുക. എന്തുകൊണ്ടാ? നീ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗോ ഫോർവേഡ്. നീ ഫോർവേഡ് പോകരുത്. ഈ വചനം നീ അക്സെപ്റ്റ് ചെയ്യരുത്. സ്തോത്രം. അവിടെ ഒരു വചനത്തിൽ പറയുന്നത്, മാനസാന്തരപ്പെടുന്ന പാപിയോട് സ്വർഗം സന്തോഷിക്കുന്നു. സ്വർഗം സന്തോഷിക്കുന്നെങ്കിൽ ഈ വചനം അനുസരിക്കാൻ മനസ്സിലാക്കാതെ ഓർത്ത്, മാനസാന്തരപ്പെടാത്തവരെ ഓർത്ത് പിതാവ് ദുഃഖിക്കുന്നു. കൃത്യമായി നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, ശ്രദ്ധിച്ച് ഈ സെന്റൻസ് നിങ്ങൾ കേൾക്കണം. ഒരു സഭയോ ഒരു പാസ്റ്ററോ ഒരു ആത്മീയ ശുശ്രൂഷകനോ ഒരു വൈദികനോ ആരുമായിക്കൊള്ളട്ടെ, അവർ നിങ്ങളോട് പറയുകയാണ്, ഞാൻ പഠിപ്പിക്കുന്നതാണ് ബൈബിളിന്റെ 100% ഫൈനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് ഓടിപ്പോകണം. അത് പറയുവാൻ ഈ ഭൂമിയിലെ ആർക്കും കഴിയുകയില്ല. How much percentage you are attained, നീ എത്രത്തോളം പ്രാപിച്ചുവെന്ന് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. 2, 100% അറിഞ്ഞവർ ഇന്ന് വരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുവാൻ പോകുന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെ പുതിയ കാര്യം ദൈവം പഠിപ്പിക്കുക. റെഡി ടു ആക്സെപ്റ്റ്. നോ എന്നൊരു ബോർഡെന്ന് മാറ്റിയേക്കണം. റെഡി ടു ആക്സെപ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ നിന്നെ കുറിച്ചുള്ള വ്യസനത്തിന്റെ കാരണം അതാ. വചനം കേട്ടിട്ട് നീ അങ്ങ് അപ്പോഴും തെറ്റ് ചെയ്യാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാലത്ത് ജ്ഞാനികൾക്ക് വിവേകികൾക്ക് മനസ്സിലാകാത്തത് ശിശുക്കളായ നമുക്ക് മനസ്സിലായി. കൃപയാലോ വിശ്വാസം മൂലം നമ്മളെല്ലാവരും രക്ഷയിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ നിന്നപ്പോഴും പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു സമയമായപ്പോൾ അവർ അണ്ടർസ്റ്റാൻഡിങ്ങിനെ തുറന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിച്ചു. അപ്പോൾ ഈ വ്യസനത്തിലുള്ള കാരണം ഞാൻ എങ്ങനെ മാറ്റും? എങ്ങനെ എനിക്കിത് മാറ്റുവാൻ കഴിയും? സങ്കീർത്തനം 119:18 വായിച്ച്, Psalms 119:18, ഈ ദുഃഖം എങ്ങനെ മാറ്റാൻ കഴിയും? ഞാൻ വചനം റിജക്ട് ചെയ്യുന്ന ഭാവേ എങ്ങനെ ഇതെന്റെ ജീവിതത്തിൽ മാറ്റുവാൻ കഴിയും? Psalms 119:18, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, ഈ ദുഃഖം ഇപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് മാറും. കർത്താവ്, എനിക്കറിയാം, എനിക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇത് റിജക്ട് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുവാൻ വേണം എന്റെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓപ്പൺ ആക്കി തരണമെന്ന് ഈ പകൽ ആര് പ്രാർത്ഥിക്കൂ, അവന്റെ ആ വ്യസനത്തിനുള്ള കാരണം ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പകൽക്കാലം മാറ്റപ്പെടാം. സ്തോത്രം. മുന്നോട്ട് പോകാൻ കഴിയാത്തതിന്റെ കാരണം വചനം റിജക്ട് ചെയ്യുക. ഇനി ഇതിന്റെ 15-ാം വാക്യം വായിച്ച്, 19:15 വായിച്ച്, ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും. ജനസിസ് 19:15, ഉൽപ്പത്തി 19:15. ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിക്കാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെ കാണുന്നതിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഒന്നാമത്തെ സന്ദേശം തരുന്നു, നീ നിന്റെ പുത്രിമാരെയും മരുമക്കളെയും കൂട്ടിയെത്തിയാ പറഞ്ഞു, പോകാൻ പറഞ്ഞു. ആ അവസാന വാക്യം എന്താ വെച്ചാൽ, മരുമക്കൾക്ക് എന്തായിട്ട് തോന്നിയത്? ഒരു കളിയായി തോന്നി. ഇപ്പോൾ പറഞ്ഞ വാക്യം ശ്രദ്ധിച്ച് വായിച്ചേ. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിക്കാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ മരുമക്കളെ കുറിച്ച് പറഞ്ഞില്ല. മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിച്ചു. റിജക്ട് ചെയ്യുന്നത് റിജക്ട് ചെയ്യട്ടെ, അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുള്ള നീ മുന്നോട്ട് പോകാൻ നോക്കാം. ആമേൻ. Who is ready to reject the word of God? പോട്ടെ, നീ മുന്നോട്ട് പോകും. നീ നിന്റെ പുത്രിമാരെ ഭാര്യ മുന്നോട്ട് പോകും. നീ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ എനിക്ക് ദുഃഖമാ. നമുക്ക് മുന്നോട്ട് നമ്മൾ ജനിച്ച പോലെ കിടക്കുക.
സ്തോത്രം. നീ മുന്നോട്ട് പോയേ പറ്റൂ. വേണ്ടെന്ന് പറഞ്ഞാൽ പോകണേ, നീ മുന്നോട്ട് പോ. മുന്നോട്ട് പോകാനാ നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. നീ ഇറങ്ങാൻ പോവുകയില്ല, അതിനു നിനക്ക് പുറത്തു കൊണ്ടുവന്നത് അറിയാമോ? നീ മുന്നോട്ട് പോകാൻ വേണ്ടിയ സ്തോത്രം. ഹല്ലേലൂയ. ഈ ടീം എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് ആണ്. ഇവർ സത്യം അറിയാം, ഇവർക്കറിയാം സത്യമാണ്. മരുമകൾക്ക് കളിയായിരുന്നു. പക്ഷേ ലോകത്തിന് ഭാര്യയ്ക്ക് മക്കൾക്കും അറിയാം ജീവനുള്ള ദൈവമുണ്ടെന്നും ആ ദൈവത്തിന്റെ വചനം സത്യമാണെന്നും. പക്ഷെ അവരെന്ത് ചെയ്യുക? ഇഗ്നോർ ചെയ്യുക. എന്താ കാരണം? അവർക്ക് ഒത്തിരി പ്രയോറിറ്റീസ് ഉണ്ട്. അവർക്ക് ഒത്തിരി പത്രോസ് വിളിച്ചു, ശീമോന്റെ പകരായ പത്രോസേ, ഇവരുടെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ലോകത്തിന്റെ ഭാര്യ മക്കളും പറഞ്ഞു, ഇല്ല, നിന്നേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ളതുകൊണ്ട് നിന്റെ അരികിലേക്ക് എനിക്ക് വരുവാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹീബ്രൂസ് ചാപ്റ്റർ 4:1-3 വായിച്ചേ. എബ്രായ ലേഖനം 4:1-3 വാക്യങ്ങൾ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ശേഷിച്ചിരിക്കാൻ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? അവിടെ ആൾ വീടുണ്ട്, ബോർഡ് വീടുണ്ട്, നമുക്ക് മുന്നോട്ട് പോകണത്. എവിടെ ശ്രദ്ധിച്ചിരുന്നേ? ഒന്ന് വായിച്ചത് ദൈവീയ വിളി കേട്ടിരിക്കുന്നത് കൊണ്ട് നീ റിജക്ട് ചെയ്യാതിരിക്കാൻ നീ ഭയപ്പെടണം. നീ സൂക്ഷിച്ചോളണം. ദൈവത്തിന്റെ വചനം നീ റിജക്ട് ചെയ്യരുത്. അടുത്ത വാക്യം വായിച്ചേ. എല്ലാവരും വചനം കേൾക്കുക, എല്ലാവരും ബൈബിൾ വായിക്കുക, എല്ലാവരും ബൈബിൾ സ്റ്റഡി ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാവരും വചനവുമായി ബന്ധപ്പെടുക. പക്ഷേ അത് ഒരു ക്രിയ വെളിപ്പെടാത്തത് കൊണ്ട് ഒരു ഗുണവും വന്നില്ല. ഇഗ്നോർ ചെയ്യുക. യു ആർ നോട്ട് ഗിവിംഗ് പെർമിഷൻ ടു ഗോഡ്. കർത്താവേ, ഈ വചനം എന്നിൽ ക്രിയ ചെയ്യണമെന്ന് നീ പെർമിഷൻ കൊടുക്കുന്നില്ല. നീ പെർമിഷൻ കൊടുക്കാനുള്ള കാലം നിനക്ക് വളരുവാൻ കഴിയുകയില്ല. വളരുവാനാക്കുന്നത് ആരാ? ദൈവം. ദൈവമാരാ? ആദിയിൽ വചനമായ ദൈവം. സ്തോത്രം. വചനം വിശ്വാസമായി പരിണമിക്കണം. വചനം വിശ്വാസം എന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, അതിനെ കൊണ്ട് ഏറ്റുപറഞ്ഞത് റിസീവ് ചെയ്യണം. നീ കേൾക്കുന്നു, കൊള്ളാം, നല്ലതാ, പക്ഷേ യു ആർ നോട്ട് റെഡി ടു റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്. യു ആർ ഇഗ്നോറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇതിനു വേണ്ടി, നിന്റെ ഇഷ്ടത്തിന് വേണ്ടി. ആ ചർച്ച അങ്ങനല്ലോ പറയുന്നത്, ഈ പാസ് ഇങ്ങനല്ലോ പറയുന്നത്. എന്റെ ഇഷ്ടത്തിന് വേണ്ടി ഈ വചനം ഞാൻ വളച്ചൊടിച്ച് എന്റെ ഇഷ്ടമുള്ളതാക്കി മാറ്റി ഇഷ്ടമില്ലാത്തതിനെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. ഇഗ്നോറൻസ് ദൈവത്തിന് ദുഃഖമുള്ള കാര്യമാണ്. അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ, നിന്റെ ഏകജാതൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ അതിനെ ഇഗ്നോർ ചെയ്തിട്ട് സെക്കൻഡോട് മൂല്യമായിരുന്നു പോലില്ല, അപ്പം തന്നെ ഇസ്മായിലിനെ അവൻ വേണ്ടി കൊന്നതിന് സ്തോത്രം. പക്ഷേ കൃത്യമാണ് ദൈവം പറഞ്ഞത്, നിന്റെ വേദന നോക്കുന്നത് എന്റെ ഹിതം നീ അനുസരിക്കുമെന്ന് ഞാൻ നോക്കുന്ന സ്തോത്രം. അപ്പോൾ എന്റെ ദൈവഹിതം അനുസരിക്കാതിരിക്കാൻ, എന്റെ ഇഷ്ടം നടക്കുന്നതിന് വേണ്ടി I ignore the word of God. I ignore the word of God. ഞാൻ തള്ളിക്കളയുക. അതുകൊണ്ട് പറ്റി വചനം നന്മയായി എന്റെ ജീവിതത്തിൽ പരിണമിച്ചില്ല. സ്തോത്രം. ഈ ദുഃഖത്തിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? വെളിപ്പാട് 3:20 വാക്യത്തിൽ പറയുന്നു, ഞാൻ വാതിൽക്കൽ വന്ന് എന്ത് ചെയ്യുന്നു? മുട്ടുന്നു. നീ ഇന്ന് പകർന്ന് തുറക്കാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് യുണൈറ്റഡ് ആയി തീരാം.
നമുക്ക് ഒരുമിച്ച് യുണൈറ്റഡ് ആയിത്തീരാം. ഞാൻ നിന്നോടും നീ എന്നോടും. സ്തോത്രം. ഒന്നും തള്ളിക്കളയാതെ മുഴുവൻ സ്വീകരിക്കുവാൻ വേണ്ടി നിന്റെ ജീവിതത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാമെങ്കിൽ ഈ ദുഃഖത്തിൽ നിനക്ക് ഈ പകൽക്കാലം മോചനം നേടാം. ഒന്നാമത്തെ പോയിട്ട് ഓടെ പറയുന്നത്. ഇനി ജനസിസ് 19:16 തോന്നേ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന അനുഭവം. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. അവർ താമസിച്ചപ്പോൾ അല്ലെ എങ്ങനെ വിളിക്കുന്നത്? എന്താ അർത്ഥം? They are not ready to obey the word of God. കേട്ട വചനം അനുസരിക്കാതിരിക്കുന്നത് ദൈവത്തിന് ദുഃഖ കാരണമായി തീരുകയാണ്. പക്ഷെ ദൈവം നിർബന്ധിച്ച് ചെയ്തു, അവരെ പട്ടണത്തിന് പുറത്തു കൊണ്ടാക്കി. ഈ പകലിൽ നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ ആഴമായി ഒന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. സ്തോത്രം. കൃപയിൽ നിൽക്കുന്നെങ്കിൽ അവന്റെ മഹാധേയാണ് ഓർത്തോളം. സ്തോത്രം. ഇപ്പോഴും അവനിൽ പ്രതീക്ഷയുണ്ട്. ഇന്നും പകൽ നീ ഒന്ന് മടങ്ങി വരുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Disobedience to the word of God. താമസിച്ചപ്പോൾ നിർബന്ധിക്കുന്ന സ്നേഹം. നിർബന്ധിക്കുക. Do it. പലപ്പോഴും ചോദിക്കും, എന്താ നിർബന്ധിക്കുന്നത് ആത്മീയ ജീവിതത്തിൽ? ദൈവം നിന്നെ നിർബന്ധിക്കും നിന്റെ രക്ഷയ്ക്ക് വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡോക്ടർ പറയാ 5 ലക്ഷം രൂപ സർജറി. നോ പ്രോബ്ലം ഡോക്ടറെ, ഞാൻ സ്വർണം വിറ്റാണെങ്കിലും വസ്തു വിറ്റാണെങ്കിലും എന്നെ അങ്ങ് കീറിക്കോളാൻ പറയും. എന്തിനു വേണ്ടിയാ? എനിക്ക് ഇനി ഞൊണ്ടിയാണെങ്കിലും അല്പകാലം കൂടെ ജീവിക്കണം. എന്റെ പൈസ, എന്റെ നെഞ്ച്, എന്റെ സമയം, എന്റെ ഹൃദയം. ഡോക്ടറിന് വല്ല ചിലവുണ്ടോ? കത്തിയെടുക്കുക, കീറുക, എന്തേലും ചെയ്യുക. ഇനി അത് എന്തിട്ട് കുത്തി വെച്ചാലും കൊള്ളാം. എല്ലാം എന്റെ പണം. പക്ഷെ എനിക്ക് എന്ത് വേണം? എന്തൊക്കെ കഷ്ടം സഹിച്ചാലും എനിക്ക് അല്പകാലം കൂടെ ജീവിക്കണം. ഇവിടെ ഒരു ബ്ലോക്കും വരാൻ പാടില്ല. നിന്നോട് പറയുന്ന പരിശുദ്ധാത്മാവ് ഈ പകലിൽ നിന്റെ സ്പിരിച്വൽ ബ്ലോക്കിനെ കർത്താവ് എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുക. സ്തോത്രം. വില കൊടുക്കുവാൻ നീ തയ്യാറാണോ? നിന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഈ ഡോക്ടറിന് കൊണ്ടുവരാൻ തയ്യാറാണോ? കല്ലായുടെ ഹൃദയത്തെ കീറി മാംസമായ ഹൃദയമാക്കി മാറ്റി സകല സ്പിരിച്വൽ ബ്ലോക്കിനെ മാറ്റി ഒരു പുതിയ അനുഭവത്തിൽ നടത്തുവാൻ പകർത്താൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. എല്ലാം ബ്ലോക്കാ. ഈ ബ്ലോക്കിനെ മാറ്റണം ദൈവത്തിനെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഡിസൊബീഡിയൻസ് മനസ്സിലായിരുന്നു. ഇത്രയൊക്കെ അനുസരിക്കുകയുള്ളൂ. ഇതിൽ കൂടെ അനുസരിക്കാൻ മനസ്സില്ല. എനിക്ക് ഏറ്റവും ദുഃഖമുള്ള വാക്ക്, നിങ്ങൾ ശരിക്കും ധ്യാനിക്കാൻ കരയും. യെശയ്യാ 1:2-3 വാക്യം എന്നെ പലപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 1-3. ആമോസിന്റെ മകനായ യെശയ്യാവ് 1-1 വാക്യമാണ്. 2-3 വാക്യം. ആകാശമേ കേൾക്ക, ഭൂമിയെ ശ്രദ്ധിക്കണമേ. ഭൂമിയിൽ കേൾക്കാൻ കൊള്ളാവുന്ന ആരും ഇല്ലാത്തത് കൊണ്ട് ദൈവം ഇപ്പൊ പറയുന്ന ആരോടാ? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, നന്ദിയില്ലാതെ ഞാൻ മക്കളെ പോലെ പോറ്റി വളർത്തി. അവരും എന്നോട് മത്സരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം കേൾക്കണം. കാളയ്ക്ക് ഉടയവരെ അറിയാം, കഴുത തന്റെ യജമാനെ അറിയാം. അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല. എന്റെ ജനത്തിന് അറിയാത്ത പൊട്ടന്മാരെ പോലെ നടക്കുക. കരയുക പിതാവ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കഴുതനെങ്ങാനും വിളിച്ചാൽ എന്തുപോലെ കഴുത പറഞ്ഞ പിന്നെ അവരെ കോളറെ പിടിച്ചു എന്നാ വിളിച്ചാൽ കുടുംബത്തെ അറിയോ? കർത്താവ് പറയുക, കഴുതയ്ക്ക് അറിയാവുന്ന കാര്യം നിനക്കറിയത്തില്ല, നീ കഴുതേക്കാളും താഴെയാണ്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനസ്സിലായ കാര്യങ്ങൾ നിനക്ക് മനസ്സിലായിട്ടില്ല. ഡിസൊബീഡിയൻസ്, മത്സരികൾ, അഹങ്കാരികൾ, നന്ദിയില്ലാത്തവർ. ദൈവം പറയുന്ന അവരുടെ എന്നോട് the same people, they are rebellious against me. ഒന്നാം ഭാഗം കഴിഞ്ഞു.
ദൈവത്തിന് ദുഃഖം. ഒന്ന് റിജക്ട് ചെയ്യുന്നത് കൊണ്ട്, ഒന്ന് നീ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട്, ഒന്ന് നീ ഡിസൊബേ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. 97 മടങ്ങി വന്ന അടുത്ത ഭാഗം. ഒന്നാം ഭാഗം, നീ ആത്മീയത്തിൽ മുൻപോട്ട് പോകണം. മുൻപോട്ട് പോകാൻ തടസ്സങ്ങളാണ് 3 കാര്യങ്ങൾ ദൈവമാത്മാവ് പറഞ്ഞത്. അടുത്ത വാക്യം, പുറകോട്ട് നോക്കരുത്. പുറകോട്ട് നോക്കരുത്. പുറകോട്ട് തീരരുത്, നോക്കരുത്. സ്തോത്രം. നമ്മളെപ്പോഴൊക്കെ പുറകോട്ട് നോക്കുന്നു പറയട്ടെ. നമ്മുടെ മാനേജർ ചൂടാകുമ്പോൾ നമ്മൾ പറയും പുഴയുടെ സ്വഭാവം പുറകോട്ട് നോക്കി. ജീവിതത്തെ കഷ്ടപ്പാട് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ഒരു പ്രശ്നമില്ല, ഇത് പ്രാർത്ഥന വന്ന ശേഷമാണ് പുറകോട്ട് നോക്കി. അടുത്ത് കഴിക്കും, ശവക്കല്ലറയുണ്ടോ? ഇവിടെ ഇല്ല, അവിടെ ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ കുടുംബക്കല്ലറയുണ്ട്, സ്പെഷ്യൽ കല്ലറയുണ്ട്. പുറകോട്ട് നോക്കുക. വചനം പറയുന്നു, ഛർദിയിലേക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് വീണ്ടും ചെടിയിലേക്ക് ഇറങ്ങിയ പന്നിയെന്നും. ദൈവം വിളിക്കുന്ന വീട് നോക്കിയ കാള, കഴുത, നായ, പന്നി, ഇവരെല്ലാം നിന്നേക്കാളും ആരാ? ശ്രേഷ്ഠന്മാരാണെന്നാ പറഞ്ഞത്. സ്തോത്രം. പുറകോട്ട് നീങ്ങരുത്, നോക്കരുത്. അബ്രഹാമിനെ നീ പുറകോട്ട് നോക്കരുത്. പിതൃദേശത്തെയും എല്ലാം വിട്ട് നീ ഇറങ്ങിയതാ. നെവർ. പക്ഷെ അബ്രഹാം പറഞ്ഞു, ഞാൻ എപ്പോഴും മുൻപോട്ട് നോക്കിയിരിക്കുക. ദൈവശില്പിയായി സൃഷ്ടിച്ചതും അടിസ്ഥാനമുള്ള ആ നഗരത്തിലായി ഞാൻ കാത്തിരുന്നു. പൗലോസ് പറഞ്ഞു, പിന്നിലുള്ളത് ഞാൻ മറന്നു, ദൈവത്തിന്റെ പരമുടിയുടെ മുമ്പിലേക്ക് ഞാൻ നീങ്ങുന്നു. വേഗത്തിൽ പോവുക. ഞാൻ പിമ്പിലേക്ക് നോക്കത്തില്ല. എനിക്ക് ആ ശൗര്യനെ വേണ്ട. കൃപനെ വെച്ച പൗലോസിനെ മതി. സ്തോത്രം. 26 വാക്യം വായിച്ചേ. 19:26. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി 30 തൂണായി ഭവിച്ചു. കല്ലറയ്ക്ക് വേണ്ടി ഓടിയ കല്ലറയില്ല. അയ്യോ, ഈ മീറ്റിംഗിൽ പ്രേരണമല്ല, കല്ലറയില്ല എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഭാര്യയ്ക്ക് ഇന്ന് വരെ എന്ത് ലഭിച്ചിട്ടില്ല? കല്ലറ ലഭിച്ചിട്ടില്ല. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. അത് ഇങ്ങനെ നീപ്പുണ്ട്. ഇതൊന്ന് വീടിന് വേണ്ടി നടക്കാനായിട്ട് ലോകത്തിന്റെ ഭാര്യ പിന്തിരി നോക്കി. എന്ന് പറഞ്ഞു, 30 തൂണായിട്ട് ഭാവിച്ചു. എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഗുണമില്ല, ദൈവസഭയ്ക്ക് ഗുണമില്ല, ദൈവത്തിന് ഗുണമില്ല. സാധാരണ ഒരാൾ ചത്തറിഞ്ഞാൽ അല്പം വളമായിട്ട് ഉപയോഗിക്കാം. ഇത് അതിനോടില്ല, ഇങ്ങനെ നിൽക്കുക. യാതൊരു ഗുണമില്ലാത്തവനായി ദൈവസഭയ്ക്കകത്ത് നിൽക്കുക. നിന്റെ പിന്തിരിഞ്ഞുള്ള നോട്ടമാ. ഹല്ലേലൂയ. അവിടെ ഒത്തിരി ഉണ്ട്. ചില നല്ല രസമാണ്. എന്നെ ചിന്തിപ്പിച്ചത് ഞങ്ങളുടെ പള്ളിയിലെ പാലക്കാട് പള്ളിയിൽ ഈ സെബസ്ത്യാനോസിന്റെ പെരുന്നാളാണ്. അപ്പൊ ഞങ്ങൾ ഈ ബാങ്ക് സെറ്റിന്റെ കൂടെ ഏറ്റവും ബാങ്കിൽ നോക്കുമ്പോൾ സെബസ്ത്യാനോസിനെ പിടിക്കാൻ വേണ്ടി 8 പേരുണ്ട്. മറിഞ്ഞു വീഴുക, പൊട്ടിപ്പോവുക. ആരാ? സെബസ്ത്യാനോസ്. താഴെ നിന്ന് ഭക്തജനം, ഞങ്ങൾക്ക് സെബസ്ത്യാനോസ്, ഈ സെബസ്ത്യാനോസ് രക്ഷപ്പെടുത്താൻ 8 പേരെന്ന് കടഞ്ഞ് പരിശ്രമിക്കുന്ന പരിശ്രമം ഞാൻ അടുത്ത് നിന്ന് കണ്ടത്. ജോസഫും മറിയയും നല്ല ഉയരത്തിലാണ് വെച്ചേക്കുന്നത്. പക്ഷെ അവരുടെ തലയുടെ മേളിൽ എന്തുണ്ട്? ലൈറ്റനിങ് അറസ്റ്റർ ഉണ്ട്. കാരണം ഇത് വെച്ചില്ലെങ്കിൽ ചിലപ്പം മറിയയും ജോസഫ് തലയിലൊക്കെ നാളെ രാവിലെ ഒന്നും കാണത്തില്ല. ചിരിക്കാൻ പറയുകയില്ല. യേശു മരിച്ച് അടക്കപ്പെടുമ്പോൾ കിടത്തി ഉമ്മ കൊടുക്കുന്ന ഒരു വിഗ്രഹമുണ്ട് പള്ളിയിൽ. ഞാൻ ആദ്യമായിട്ട് പള്ളിയിൽ മച്ചം പറഞ്ഞ് എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കണത്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയിലെ ആൾക്കാർ മുത്താൻ വരും. ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് താഴെ വന്നപ്പോഴത്തേക്കും കാലിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് സ്പോൺസേഡ് ബൈ ഒരു ഫാമിലി. എന്റെ കണ്ണുകൾ തുറന്നു കേട്ടോ. ചിരിക്കല്ലേ, കണ്ണുകൾ തുറന്നു. ഈ മണ്ണിനെയാണോ ഞാൻ ആരാധിക്കുന്നത്? ഞാൻ പിടിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോലെ സെബസ്ത്യാനോസിനോട് ഞാൻ അപേക്ഷിക്കുന്നത്. പിന്തിരിഞ്ഞ് നോക്കരുത്. നീ യൂസ്ലെസ് ആയിത്തീരും എന്ന് പറഞ്ഞാൽ
അങ്ങനെ സ്ഥലം കാണുമെന്ന് എന്റെ വിശ്വാസം. പിശാചിന് പോലും നിന്നെ വേണ്ട. നോ മാൻസ് ലാൻഡ് നിന്നെ അവിടെ കൊണ്ട് നിർത്തും. അടുത്ത 19 ലാസ്റ്റ് ഭാഗം, 19-17 അതിന്റെ ലാസ്റ്റ് ഭാഗം വായിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാം. പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെല്ലാം നിൽക്കുകയും വരുത്. ഈ അടുത്തന്നെ തീരുത്, നിൽക്കരുത്. ഇതങ്ങനെ പള്ളിയിലെങ്ങാനും പണ്ട് ബന്ധക്കാർ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ പള്ളിക്കകത്ത് കയറത്തില്ല, എന്നാലും ഇടയ്ക്ക് വന്ന് വേദനയോടെ പഴയ ആൾക്കാരെയും അതൊക്കെ നോക്കി ഒരു വെടുപുറപ്പെട്ട് തിരിച്ചങ്ങ് പോവുക. ഞാനിവിടെ നിന്നവരല്ലേ, ഇവിടെ നിന്നവരല്ലേ, ദുഃഖമുള്ളകത്ത് ഇറങ്ങിപ്പോയി കയറാൻ പറ്റുമോ? അന്ന് ആരും കണ്ട പള്ളിയുടെ പോകുമ്പോണ്ടിരുന്നിട്ട് അങ്ങ് പോവുക. ഇടയ്ക്കിടയ്ക്ക് എന്നൊരു നെടുവീർപ്പ്. ഈ പ്രദേശത്ത് ഞാൻ 7 അയത്ത് കണ്ടേക്കരുത് പറഞ്ഞു, വിട്ടെങ്കിൽ വിട്ടിറങ്ങിക്കോണം. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞു. നാശം ഭവിക്കാതിരിപ്പാൻ. രണ്ടാമത് നോക്കണം, ദൈവത്തിന് വ്യസന കാരണം നീ പുറകോട്ട് പോകാൻ ചിന്തിക്കുന്നു. മൂന്നാമത്തത്, ദൈവത്തിലേക്ക് ഡിഫൈൻ ചെയ്ത ഡെസ്റ്റിനി ഉണ്ട്, നീ അവിടെ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഗോഡ്ലി ഡിഫൈൻ ഡെസ്റ്റിനി. മലയിലേക്ക് പോകുക. മോരിയ മലയിൽ നിനക്ക് അനുഗ്രഹമുണ്ടെങ്കിൽ, സീനായി മലയിൽ നിനക്ക് ദൈവിക അരുളപ്പാടുണ്ട്, കാൽവരിയിൽ നിന്റെ രക്ഷയുണ്ട്. മലയിൽ അത്ഭുതം നടക്കുന്ന ഇടമാണ് ഗോഡ്ലി ഡിഫൈൻ ഡെസ്റ്റിനി. നിന്റെ വിടുതൽ ഇടമാണ്. ദൈവത്തിന് നീ അങ്ങോട്ട് പോകും. ലോത്ത് എന്താ പറഞ്ഞു? 18 വാക്യം വായിച്ചേ. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ അങ്ങനെയൊന്നും അല്ലെന്നേ. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുന്നു. God is our teacher, but we are teaching God. അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാ? നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതുമാകുന്നു. ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറിയതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷ ഉണ്ടാകും. ലോകത്ത് സ്വന്തമായ ഒരു പട്ടണം എടുത്തു. ദൈവം ഒരു ഡെസ്റ്റിലേക്ക് നീ പോകാതിരിക്കുന്ന കാലം നിന്നെ ഓർത്ത് ദൈവം ദുഃഖിക്കുക. ഉൽപ്പത്തി 2:8 വെച്ച് വേഗത്തിൽ ഈ ഭാഗം ഇവിടെ. ഉൽപ്പത്തി 2:8. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. അനന്തരം മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് കിഴക്ക് ഇവിടെ ഒരു തോട്ടം ഉണ്ടാക്കണം, എന്നെ അവിടെ ആക്കണമെന്നല്ല പറയുന്നത്. ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി മനുഷ്യനെ അവിടെ ആക്കി. ആ ഡെസ്റ്റിനി, ആ പ്ലേസ് ഡിഫൈൻ ചെയ്തത് ഗോഡാണ്. അവനെ അവിടെ ആക്കിയത് ദൈവമാണ്. ഇത് സെലക്ട് ചെയ്യുവാൻ ദൈവം ഡെസ്റ്റിനി അല്ലാതെ സെലക്ട് ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്ക് ദൈവം അനുവാദം തരുന്നില്ല. യെശയ്യാ 1:29 വായിച്ചേ. യെശയ്യാ 1:29 നിങ്ങൾ പഠിപ്പിക്കാനുള്ള മാത്രം ഭാഗം പറഞ്ഞുകൊടുക്കുകയാണ്. നിങ്ങൾ താല്പര്യം വെച്ചിരിക്കുന്ന കരുവേദനങ്ങളെ കുറിച്ച് നാണിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തോട്ടങ്ങൾ നിമിത്തം ലജ്ജിക്കും. നിങ്ങൾ തോട്ടങ്ങളെ തിരഞ്ഞെടുത്താൽ നിങ്ങൾ ലജ്ജിക്കും. തോട്ടം ആരാ തിരഞ്ഞെടുക്കേണ്ടത്? ഡെസ്റ്റിനി ആരാ ഡിഫൈൻ ചെയ്യുന്നത്? ലോത്ത് പർവ്വതത്തിലേക്ക് പോകും. പക്ഷെ ലോത്ത് പറഞ്ഞു, എനിക്ക് സോവർ പട്ടണത്തിൽ പോയാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പോകുമ്പോൾ ഒരു വലിയ അത്ഭുതം ദൈവം ചെയ്യും. സ്തോത്രം. അതാണ് വിശ്വസിക്കേണ്ടത്. കാരണം പറഞ്ഞ ഇടത്തേക്ക് ഞാൻ പോവുക, ഒരു പൊട്ടനെ പോലെ പോവുക, കാണാത്ത ഇടത്തേക്ക് പോവുക. അവിടെ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്ന ദൈവപ്രവൃത്തി. ഒരു കാര്യം ഓർത്തോണം, ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. 19:36 എന്ന് വായിച്ച് 36-13 എന്ന് വായിച്ച് ജനസിസ് 19:36. ഇങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു. ലോകത്തിൽ നടക്കാത്ത ഏറ്റവും വലിയ മ്ലേച്ഛത, the great vulgar adultery, അപ്പനാൽ മക്കൾ ഗർഭം ധരിച്ചു. നോക്കിക്കേ, ദൈവം പറയാത്ത നിന്റെ തീരുമാനപ്രകാരം സഞ്ചരിക്കുമ്പോൾ
നീ അറിയാത്തതും നിനക്ക് താങ്ങുവാൻ കഴിയാത്ത ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ, ഭയാനകമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടിടും. അടുത്ത വാക്യം വായിച്ചേ. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു, അവന് മോവാബ് എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള മോവാബിയർക്ക് പിതാവ്. ഇളയവളും ഒരു മകനെ പ്രസവിച്ചു, അവന് ബെൻ അമ്മി എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള അമ്മോന്യർക്ക്. മോവാബിയരും അമ്മോന്യരും ആരിലുള്ളവായി? ലോത്തിലുള്ളവായി. എന്തുകൊണ്ടാ? ദൈവം പറഞ്ഞിടത്തേക്ക് പോകാതെ സ്വന്തം ഇഷ്ടപ്രകാരം തോട്ടം തെരഞ്ഞെടുത്ത്, പ്രദേശം തെരഞ്ഞെടുത്ത് തന്റെ ഇഷ്ടപ്രകാരം പോയതുകൊണ്ട് 2 കുലം, 2 ജാതി അവന്റെ ഉളവായി. അവന്റെ തെറ്റിന് ദൈവം കൊടുത്ത ശിക്ഷ എന്നറിയാമോ? ഭയപ്പെടണം ഈ വചനം കേൾക്കുമ്പോൾ. ആവർത്തന പുസ്തകം 23 Deuteronomy chapter 23 verses 3 വായിച്ചേ. ഉറക്കെ വായിക്കൂടെ വായിക്കണം, കേൾക്കണം ജനം മുഴുവൻ. Deuteronomy 23:3. ഒരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നീ എടുക്കുന്ന ഈ തീരുമാനമുണ്ടല്ലോ, നിന്റെ ഹിതപ്രകാരമുള്ള തീരുമാനമുണ്ടല്ലോ, തലമുറ പോലും ശാപമായി മാറും. സ്തോത്രം. 10ാം തലമുറ വരെ യഹോവയിൽ നിന്ന് അന്യം നിന്നുപോൽ അകന്നു പോകുന്ന ശപിക്കപ്പെട്ട തലമുറയുടെ ഉടമയായി നീ മാറും. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ഡെസ്റ്റിനിലേക്ക് പോകുവാൻ ദൈവത്തിനെ പുറത്തു കൊണ്ടുവന്നത് അവൻ എന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. എന്നെ പുറത്തു കൊണ്ടുവന്നത് പുറകിലേക്ക് പിന്തിരിഞ്ഞു പോകുകയല്ല, അവനെ പുറകോട്ട് നോക്കുവാനല്ല, എന്റെ ശക്തമായ ഭൂമിയിൽ അനുഭവം നയിക്കാനാണെന്നും അതും ഞാൻ ദൈവം കൽപ്പിച്ചിടത്തു തന്നെ പോകണമെന്നും ദൈവം ഡിഫൈൻഡ് ഡെസ്റ്റിനിലേക്കുള്ള യാത്രയാണെന്നും ആര് തീരുമാനമെടുത്ത് സഞ്ചരിക്കുന്നുവോ വ്യസനത്തിനുള്ള കാരണം ഇന്ന് പകൽ ദൈവം എടുത്ത് കളയാൻ പോവുക. സ്തോത്രം. ഇന്ന് പകലിൽ ദൈവത്തിനെ ശാശ്വത മാർഗത്തിൽ നടത്തുവാൻ പോകുക. എഴുന്നേൽക്കാൻ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം.